വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ വണ്ടിപ്പെരിയാറിലും ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകൾ പൊട്ടിയതാണ് കുടിവെള്ളം പാഴാകാൻ കാരണം. വേനൽ ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കെ നാടെങ്ങും ഒരൊറ്റ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥയാവുന്നത്. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഈ തകരാറ് മൂലം കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം പാഴാകുന്നത് തടയുവാൻ വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്ന പ്രക്രിയകൾ അടക്കം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. പല പൊതുജല സ്രോതസ്സുകൾക്ക് മുൻപിലും വാട്ടർ അതോറിറ്റി കുടിവെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് എഴുതി വെക്കുന്നുണ്ട്. എങ്കിലും ഇവരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഏറെ ആക്ഷേപകരമാണ്. അതോറിറ്റിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.